ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചെറിയൊരു ട്രിപ്പ് പോവാണ് സ്കോട്ട്ലൻഡിലേക്ക്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ 3 മണിയായപ്പോൾ ഇറങ്ങി. വണ്ടി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശപ്പിൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ചേച്ചി രാവിലെ തന്നെ പാക്കറ്റൊക്കെ കുടിച്ച് ഫുഡ് എഴുതി തുടങ്ങി, കൂടെ നമ്മളും. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് നേരം കൊടുത്ത് നമ്മൾ അടുത്തുള്ളൊരു മക്ഡിയിൽ കയറി. ഇങ്ങനെ മക്ഡിയിൽ ഫുഡ് കഴിച്ച് ചാച്ചന് ഓർഡർ ചെയ്തത് ഓട്സ് ആയിരുന്നു. അത് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിൻ്റെ ബോർഡറിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ബോർഡർ കയറി കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ 2 സൈഡുകളിലെ വ്യൂ ഭയങ്കരമായിരുന്നു. ഫുള്ള് മലകളും കുന്നുകളും ഒക്കെയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് ടോട്ടൽ 6 മണിക്കൂറോളം നമ്മൾ ഡ്രൈവ് ചെയ്ത് എഡിൻബറോ എത്തിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ എഡിൻബറോയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. മോർണിംഗ് നമ്മളൊരു 10:30 ആയപ്പോൾ തന്നെ 10-11 മണിക്കുള്ളിൽ തന്നെ നമ്മൾ എഡിൻബറോ എത്തിയായിരുന്നു. അങ്ങനെ എഡിൻബറോയിലെ സിറ്റി ഫുൾ കവർ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാണ് നമ്മളങ്ങനെ സിറ്റിയിലേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ നടന്ന് മുമ്പോട്ട് വന്നപ്പോഴത്തേനും ഐക്കോണിക് സ്കോട്ടിഷ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഹൈലൈൻ ബാക്ക് പൈപ്പ് എന്ന ഇൻസ്ട്രുമെൻ്റ് വായിച്ച് കുറേ ആളുകൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്കോട്ട്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നൊരു സംഭവമാണത്. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വന്നത് സ്കോട്ട്ലൻഡ് നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 2-3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വിശപ്പിൻ്റെ വിളികൾ കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഒരു ഏകദേശം ഒരു 1 hourൻ്റെ താഴെ തന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയുള്ള സ്ഥലം നോക്കിയുള്ള നടപ്പായി. അങ്ങനെ നഗരത്തിൻ്റെ മധ്യത്തിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്കോട്ടിഷുകാരനെ കണ്ടു. അതാണ് സ്കോട്ട്ലൻഡുകാരുടെ തനതായ വേഷം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഈ മക്ഡിയിൽ കയറി. മക്ഡിയിൽ നിന്ന് ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ അടുത്തത് അങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. എല്ലാവരും ഇന്ന് പ്ലാൻ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ നല്ല മഴക്കാറ് കയറുന്നുണ്ട്. സ്കോട്ട്ലൻഡിൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണ്. നോക്കിയിരിക്കുമ്പോഴായിരിക്കും മഴ വരിക, വെയിൽ വരിക. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് സ്കോട്ട്ലൻഡിൻ്റെ നാഷണൽ മോണുമെൻറ്റ് കാണാൻ വേണ്ടിയാണ്. ദേശീയ സ്മാരകം. അത് സ്ഥിതി ചെയ്യുന്നത് എഡിൻബറോയിൽ തന്നെ കാൾട്ടൺ ഹില്ലിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മുകളിലേക്ക് നടന്ന് മുകളിലെത്തിയപ്പോൾ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. ആ വ്യൂ ആണ് ഞങ്ങൾ ആദ്യം കാണാൻ പോയത്. കാരണം അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഡിൻബറോ ഫുള്ള് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എഡിൻബറോ സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഇതാണപ്പം നാഷണൽ മോണുമെൻറ്റ് സ്കോട്ട്ലൻഡ്. അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് കുറേ നമ്മൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ മുകളിൽ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതാണത് എഡിൻബറോ സിറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്കൊരു കാസിലും കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളും മലനിരകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചതേ താഴേക്ക് ഇറങ്ങിയാണ് നമ്മൾ കാർ പാർക്കിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ സ്റ്റേജ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്കോട്ടിഷിൻ്റെ ബോർഡറായിരിക്കുന്ന ഗലാഷീൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഏകദേശം എഡിൻബറോയിൽ നിന്ന് 1 hour ഡ്രൈവ് ഉണ്ട്. നമ്മളങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങി. ഓൺ ദി വേ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി അവിടുത്തെ കാഴ്ചകൾ കാണാനും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ 3 വണ്ടിയിലായിരുന്നു നമ്മുടെ യാത്ര. അങ്ങനെ അവിടുന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് അങ്ങനെ എത്തി. അപ്പം വൈകുന്നേരത്തെ ചായയുടെ സ്നാക്സൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ സ്കോട്ട്ലൻഡിൻ്റെ അടുത്ത വിശേഷങ്ങൾ ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബായ്.